കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് വെള്ളത്തിലൂടെയാണ്. ഡാമിൽ വെള്ളം കെട്ടിയിട്ടാണ് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. നല്ല മഴയുള്ള സമയത്ത് ഡാമുകളിൽ വെള്ളം നിറഞ്ഞു കവിഞ്ഞു പോവും. ആ സമയത്ത് നമ്മൾ കേരളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമുള്ള വൈദ്യുതി നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ വിൽക്കാറുണ്ട്. അങ്ങനെ കേരള സർക്കാർ അങ്ങനെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വൈദ്യുതി കേരള സർക്കാരിന് വളരെയധികം വരുമാനം സൃഷ്ടിക്കുന്ന ഒരു മണ്ഡലമാണ്, അതായത് KSEB. പക്ഷേ ഈ 8 വർഷം പ്രത്യേകിച്ചും പിണറായി വിജയൻ സർക്കാർ കയറിയതിന് ശേഷം സൗജന്യ വൈദ്യുതി നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല. മാത്രമല്ല, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് 5 തവണയാണ്. കോടിക്കണക്കിന് രൂപ കിട്ടിയിട്ടും ആ നഷ്ടത്തിലാണ് ഓടുന്നത് എന്നാണ് പറയുന്നത്. അതിന് വേണ്ടവണ്ണം ഇൻഫ്രാസ്ട്രക്ചർ പോലും ഇല്ല. എന്നാൽ നമ്മൾ ഡൽഹിയിലെ വൈദ്യുതി ഘടനയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആം ആദ്മി പാർട്ടി ആ ഒരു വിഷയത്തിൽ വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്. ഉൽപ്പാദന വിതരണത്തിന് സ്വകാര്യ കമ്പനികളെയാണ് അവർ ആശ്രയിക്കുന്നത്. 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി കൊടുക്കുന്നു. എന്നിട്ടും 10 വർഷത്തിനിടയിൽ ഒരു തവണ പോലും ചാർജ് വർദ്ധിപ്പിച്ചില്ല. അതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭരണവും പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണവും തമ്മിലുള്ള അന്തരം. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. കാരണം ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഭരണത്തിൽ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവർ ഡൽഹിയിലെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് വൈദ്യുതി. കാരണം അവിടെ വൈദ്യുതിക്ക് ഒരുപാട് ക്ഷാമമുണ്ട്, കൂടെ കറണ്ട് കട്ടുണ്ട്. അതുകൊണ്ട് വൈദ്യുതി ഒരുപാട് സൗജന്യമായി കൊടുക്കുകയും അതിൻ്റെ ചാർജ് ഒരുപാട് കുറയ്ക്കുകയും ചെയ്തതുകൊണ്ടാണ് 10 വർഷം ആം ആദ്മി പാർട്ടിക്ക് തുടരെ അവിടെ ഭരിക്കാൻ കഴിയുന്നത്. ഇന്ന് കേരളത്തിൽ തോന്നുമ്പോഴാണ് വൈദ്യുതി വർദ്ധിപ്പിക്കുന്നത്. അത് ചോദിക്കാനും പറയാനും ആരുമില്ല. കേരള സർക്കാർ സ്വച്ഛാധിപത്യ ഒരു സർക്കാർ പോലെയാണ് പെരുമാറുന്നത്. അവർക്കെതിരെ ആരൊന്നും ചോദിക്കാറുമില്ല. പിന്നെ മലയാളികൾ എത്ര റേറ്റ് വർദ്ധിച്ചാലും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കും, കുറച്ച് സമരങ്ങളൊക്കെ നടത്തും. എത്ര റേറ്റ് കൂട്ടിയാലും അത് കൊടുക്കാൻ തയ്യാറാണ്. അത് ഒരുപാട് പാവപ്പെട്ടവരെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയമാണ്, ഒരുപാട് സ്ഥാപനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്, ഒരുപാട് കമ്പനികളെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഇതിനൊക്കെ വിപ്ലവകരമായിട്ടുള്ള മാറ്റം വരണം. ഹൈഡ്രോ ഇലക്ട്രിക് പവർ റിസോഴ്സസിനെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം സോളാറിനെ ആശ്രയിക്കണം, വിൻഡ് മില്ലിനെ ആശ്രയിക്കണം. വേറെ ഇഷ്ടംപോലെ സോഴ്സസ് ഉണ്ട്. അതൊക്കെ ആശ്രയിച്ചാൽ മാത്രമേ കേരളത്തിന് വൈദ്യുതി മേഖലയിൽ ലാഭകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ.